വ്യാജ അഭിഭാഷകൻ മനു ജി രാജിന്റെ എൻറോൾമെന്റ് റദ്ദാക്കാൻ ബാർ കൗൺസിൽ തീരുമാനം. ബാർ കൗൺസിലിനെ വഞ്ചിച്ചതിന് പോലീസിൽ പരാതി നൽകും. ഇന്ന് ചേർന്ന ബാർ കൗൺസിൽ യോഗമാണ് തീരുമാനമെടുത്തത്. വ്യാജ അഭിഭാഷകൻ മനു ജി രാജിന്റെ എൻറോൾമെന്റ് റദ്ദാക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഇന്ന് ബാർ കൗൺസിൽ യോഗം ചേർന്നിരുന്നു. അതിലാണ് ഈ എൻറോൾമെന്റ് റദ്ദാക്കാനുള്ള തീരുമാനമെടുത്തിട്ടുള്ളത്. ഷംന നൽകും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. ഷംന, വിശദാംശങ്ങൾ. ഈ മനുരാജൻ ബാർ കൗൺസിൽ എൻറോൾ ചെയ്തത് ഉൾപ്പെടെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ചൂണ്ടിക്കാണിച്ചാണ് എന്നുള്ളതായിരുന്നു തിരുവനന്തപുരം സ്വദേശി നൽകിയിട്ടുള്ള പരാതി. ആ പരാതിയിൽ നേരത്തെ സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ബാർ കൗൺസിൽ ഓഫ് കേരള കൂടി ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത്. നേരത്തെ തന്നെ ബാർ കൗൺസിലിന്റെ അജണ്ടയിൽ ഈ സംഭവമുണ്ട്. അതുകൊണ്ട് അത് പരിശോധിച്ചതിന് ശേഷമാണ് ഇന്ന് ചേർന്ന ബാർ കൗൺസിൽ യോഗം ഈ അഭിഭാഷകനായിരുന്ന വ്യാജ അഭിഭാഷകന്റെ എൻറോൾമെന്റ് സ്റ്റാറ്റസ് തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും എൻറോൾമെന്റ് തിരിച്ചു വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിലുള്ള അഭിഭാഷക പട്ടം നഷ്ടപ്പെടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ്. പക്ഷേ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം, ക്ഷമിക്കണം, ബാർ കൗൺസിൽ ഓഫ് കേരള ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയെ അറിയിക്കും. അതിനുശേഷം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ആയിരിക്കും ഔദ്യോഗികമായി അദ്ദേഹത്തിന് അഭിഭാഷക സ്ഥാനം റദ്ദാക്കുക. ഏതായാലും വിഷയം വളരെ വിവാദമായിരുന്നു. നേരത്തെ ഈ സർട്ടിഫിക്കറ്റുകളുടെ കാര്യങ്ങൾ വിവാദമായ സമയത്ത് തന്നെ ഹൈക്കോടതിയിലെ മുഴുവൻ അഭിഭാഷകരുടെയും സ്റ്റാറ്റസ്, അതായത് ബാർ കൗൺസിൽ ഓഫ് കേരളയിൽ എൻറോൾ ചെയ്തിട്ടുള്ള അഭിഭാഷകരുടെ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു. അതിൽ വ്യാജമാരെ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ വ്യാജ LLB കാണിച്ചിട്ടുണ്ടായിരുന്ന തിരുവനന്തപുരം സ്വദേശിയായ മനു ജി രാജിനെതിരെ അത്തരം കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ബീഹാറിലെ മഗധ് യൂണിവേഴ്സിറ്റിയുടെ പേരിലാണ് ഇയാൾ വ്യാജരേഖ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ ബാർ കൗൺസിൽ ഓഫ് കേരള എൻറോൾമെന്റ് തിരിച്ചു വിളിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിൽ ബാർ കൗൺസിൽ ഓഫ് കേരളയെ വഞ്ചിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ശരി, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്.